ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രൈ മാംഗോ പിക്കിൾ, ഉണക്ക മാങ്ങ അച്ചാർ. അതിനെന്താ വേണ്ടേ? ആദ്യമായിട്ട് ഒരു തവ എടുത്തിട്ട് അടുപ്പിൽ വെച്ച് അത് ചൂടാക്കി നല്ലെണ്ണ, ഞാൻ ഒഴിക്കാൻ പോകുന്നത് എണ്ണ നല്ലെണ്ണയാണ്. നല്ലെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തില്ലി ഓയിൽ, തിൽ ഓയിൽ ഇത്ര ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒഴിക്കും. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഇത് എൻ്റെ ഒരു രീതിയിലുള്ള അച്ചാറാണ് കേട്ടോ. പലതും പല രീതിയിലും പല ആൾക്കാരും പല രീതിയിൽ ഉണ്ടാക്കും. വ്യത്യസ്തമായി നമ്മൾ ഉണ്ടാക്കുന്ന രീതി. എണ്ണ നല്ലോണം ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്തിടണം? ഒരു സ്പൂണ് കടുക് ഇടണം. കടുക് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളാണ്: ഒന്ന് വെളുത്തുള്ളി ചെറിയ ചെറിയതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, പിന്നെ പച്ചമുളക്. ഇതൊന്ന് 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇതിനോടൊപ്പം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പച്ചമണം പോവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട സാധനം ഞാനിതിൽ ഇത് സാധാ മുളക് പൊടി അത് എടുക്കുക. ഇതിപ്പോൾ 2 സ്പൂൺ 3-3.5 സ്പൂൺ ഇട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കാശ്മീരി ചില്ലി, ഇത് കളറിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി ഇടുക. അത് നല്ലോണം ഇളക്കി ആ പച്ച മണം പോണ വരെ ഇളക്കുക. ഇതിൻ്റെ എരിവ് പാകത്തിന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചേർക്കാം, അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഇപ്പോൾ നല്ല കഴുകി ഉണങ്ങിയ മാങ്ങ, കഴുകി വൃത്തിയാക്കി വെച്ച, കാരണം ഇത് കഴുകാൻ കാരണം ഇത് വെയിലത്തിട്ട് ഉണക്കണതാണ്. അപ്പോൾ അതിൽ പൊടിയും ഇതൊക്കെ ഉണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നല്ലോണം കഴുകി വെച്ച ഉണക്ക മാങ്ങ അതിലിടുക. ഇത് നല്ലോണം ഇത് കൂട്ടിയിട്ട് ഇളക്കുക. തീയൊന്ന് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് ഒരു ലേശം ഒരു 1/2 സ്പൂണ് നല്ല മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർക്കുക. ഇത് ഇളക്കുക.
ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ച പൊടി, ഉലുവപ്പൊടി 1/2 ടീസ്പൂണ് വിതറുക. അതിനോടൊപ്പം കായത്തിൻ്റെ പൊടി, കായം ഇതിനകത്ത് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ടീസ്പൂൺ എന്നല്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഇതിപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നല്ലോണം ഇളക്കുക. ഇത് ഈ മാങ്ങ ഉപ്പിട്ടിട്ടാണ് ഉണക്കിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ഇടണം. ഇതിൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടണം. അത് ഉണക്കണ സമയത്ത് ഉപ്പിട്ടിട്ട് ഉണക്കുക. നല്ല ആവശ്യത്തിന് നമ്മൾ, അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാവില്ല അച്ചാറിൽ. ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നല്ല കുറച്ച് തിളപ്പിച്ച വെള്ളം കുറച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് നല്ല ഇതാക്കി കുറച്ച് ഗ്രേവി ഉണ്ടാക്കുക അച്ചാറിലേക്ക്. അപ്പോൾ അതിലാ മുളകിൻ്റെ പച്ച സ്മെല്ലും എല്ലാം പോയി ഇതിനിങ്ങനെ കുറുകി കിട്ടും. കണ്ടോ, എണ്ണ ഇങ്ങനെ മുകളിൽ വരും. നമ്മളവിടെ യൂസ് ചെയ്ത എണ്ണ ഉണ്ടല്ലോ, ഇങ്ങനെ മുകളിൽ വരും. ഇത് ഡ്രൈ മാംഗോ അച്ചാറാണ്. ഇതിങ്ങനെ ഇത് കഴിഞ്ഞ് ചൂടാറി ഇനി നമുക്ക് ജാറിലാക്കി എടുത്ത് വയ്ക്കാം.